ഇതെന്താ? തെരഞ്ഞെടുപ്പ് വിജയാഘോഷമൊക്കെ കഴിഞ്ഞതാണല്ലോ. ഇതിപ്പോ എന്താ? ഇനി ഞാൻ ഒരു പാട്ട് പാടാം. ഈ പാട്ട് പാടിയ നീ ഫിറ്റാണെന്ന് എല്ലാവർക്കും മനസ്സിലാവും. മനസ്സിലായ? എടാ, പറഞ്ഞ വാക്കുകളും അക്ഷരങ്ങളൊക്കെ വീണ്ടും ഇങ്ങനെ ആവർത്തിക്കുന്നത് കള്ളുകൂടിയന്മാരെ അത്രേ. മനസ്സിലായ? എടാ, ഇപ്പൊ ഉദാഹരണത്തിന് നിന്റെ ഈ ലാലല്ലേ, അതിലൊരു ഒറ്റ ലാഭം പൊട്ട, അത് മതി. പിന്നെന്താ എടാ, നിനക്ക് കിടക്ക എത്ര പാവേണോടാ? ഒന്നുപോലെ. പിന്നെ നിന്റെ അതൊട്ടും ശരിയില്ല. ഇതെന്താ? പാമ്പുകളുടെ സംസ്ഥാന സമ്മേളനോ? നിനക്ക് ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. പറഞ്ഞ വാക്കുകളും അക്ഷരങ്ങളും വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നതേ കള്ളുടിയന്മാരാ. കേട്ടാ? മനസ്സിലായി ആശാനെ. എനിക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല. എടാ, പറഞ്ഞ വാക്കുകളും അക്ഷരങ്ങളും ഇങ്ങനെ ആവർത്തിക്കുന്നത് കള്ളുകൂടിന്റെ സ്വഭാവമാണെന്ന് തോന്നുന്നു. ഞാൻ മോനെ നിന്നെ കളിയാക്കിയതാണാ? അല്ല ആശാനെ, കളിയാക്കിയതാണാ. ഞാൻ ആശാനെ കളിയാക്കാനാ? ഇനിയിപ്പോ കളിയാക്കലും കുഴപ്പമൊന്നുമില്ല. ഇന്ന് നമുക്ക് ആഘോഷിക്കാനുള്ള ദിവസമല്ലേ? എന്റെ ശാലിനി IAS എടുത്ത ദിവസം. അല്ല ആശാനെ, ഏട്ടത്തി അമ്മയ്ക്ക് അവർ IAS അങ്ങോട്ട് കൊടുത്തതാ. എടാ, അത് രണ്ടും കണക്കല്ലടാ. അയ്യോ, എന്നെ കണ്ടു. സുസ്മിതയല്ലേ അത്? ആ പേര് ഇവിടെ മിണ്ടി പോരും. ആശാനെ നോക്കാശാനെ. അയ്യോ, കുഴപ്പമായോ? ഹലോ ഹലോ, എക്സ്ക്യൂസ് മീ. എന്താ? അതെ, നിങ്ങളാണോ മിസ്റ്റർ സുസ്മിത? അല്ല. എടാ, ഞാൻ പറഞ്ഞില്ല ഇത് സുസ്മിത അല്ലാതെ. ഇത് വേറെ ഏതോ ഡീസന്റ് പെണ്ണാ. നമ്മള് വെറുതെ സംശയിച്ചിട്ട്. എടാ, ഈ ലോകത്ത് ഒരു പെണ്ണും സുസ്മിതയെ പോലെ ആവാനേ പാടില്ല. അല്ല സാറേ, നമുക്കിനി മെയിൻ അജണ്ടയിലേക്ക് കിടക്കാം. മദ്യപാനം അതല്ല, ജയിച്ച സ്ഥാനാർത്ഥിക്ക് സ്വീകരണം കൊടുക്കണ്ടേ? അത് എന്താ കോറസ് തുറക്കട്ടെ? ദേവദൂതർ പാടി ദേവദൂതർ പാടി ചൂടിയാടും നിലവിൽ. നിലാവത്തഴിച്ചുവിട്ട കോഴിയുടെ അവസ്ഥയിലെല്ലാം എന്ന് തോന്നുന്നു. പിന്നാലെ കൂടിയ എന്തേലും കാര്യമായിട്ട് കിട്ടാതിരിക്കില്ല. കളക്ടറാകാനുള്ള മോഹം മനസ്സിൽ നിന്ന് മായ്ച്ചു കളയാന്ന് ഞാൻ സത്യം ചെയ്യുന്നു.
കുഞ്ഞേച്ചി, ഈ സമയത്ത് എന്തിനാ ഇങ്ങനെ മൂടിയായിട്ടിരിക്കുന്നേ? പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ഒരു ദിവസം. ഇന്നൊരു ദിവസമെങ്കിലും കുഞ്ഞേച്ചിക്ക് സന്തോഷിക്കാനുള്ളതല്ലേ? എത്ര വർഷത്തെ പ്രയത്നമാ ഫലം കണ്ടത്? എല്ലാവർക്കും സാധിക്കുന്ന കാര്യമാണോ കുഞ്ഞേച്ചി ഇപ്പൊ നേടിയെടുത്തേ? ഈ ദിവസം സന്തോഷിക്കാനുള്ളതാണോ സങ്കടപ്പെടാനുള്ളതാണെന്ന് എനിക്കിപ്പോഴും അറിയില്ല മോളെ. ഓ, അമ്മ പറഞ്ഞത് ഓർത്തിട്ടായിരിക്കും. അമ്മ അങ്ങനെയാണെന്ന് കുഞ്ഞേച്ചിക്ക് അറിയില്ലേ? എപ്പോഴും എന്തിനെങ്കിലുമൊക്കെ പേടിച്ചോണ്ടിരിക്കും. ആ, ഇതേ അമ്മ എന്നെ പറയാറുണ്ട്, പുഴ വറ്റുകയും തൊടലേറ്റ് പോവുകയും ചെയ്താ നായ വന്ന് കടിക്കുമല്ലോ എന്നോർത്ത് പേടിക്കരുതെന്ന്. എന്നിട്ട് അമ്മയോ? അമ്മയുടെ ആ പേടി എങ്ങനെ ഉണ്ടായതാ? അമ്മയുടെ ജീവിതാനുഭവങ്ങളിൽ നിന്നാ. അമ്മയുടെ ദുർവിധി നമ്മള് മക്കൾക്കാർക്കും ഉണ്ടാകരുതല്ലോ എന്നോർത്തുള്ള കരുതല അത്. അല്ലാതെ അമ്മയുടെ സ്വന്തം ഒരു കാര്യത്തിന് ആശങ്കപ്പെടുന്നത് ഇന്ന് വരെ നീ കണ്ടിട്ടുണ്ടോ? സത്യമ്മയുടെ വീട്ടിൽ നിന്ന് എന്നെ പുറത്താക്കിയിരിക്കുക. സത്യമ്മ പറയുന്നതൊക്കെ അനുസരിച്ച് നിൽക്കുന്നു എന്ന് തോന്നിയാ എന്നെങ്കിലും അവർക്ക് മകന്റെ ഭാര്യയെ തിരിച്ചു വിളിക്കാതിരിക്കാൻ പറ്റില്ല എന്നാ അമ്മയുടെ പ്രതീക്ഷ. ഈ സിവിൽ സർവീസ് ജയത്തിന്റെ കാര്യം അറിഞ്ഞാ ആ പ്രതീക്ഷയും കെടുവല്ലോ എന്നാ. എന്റെ കുഞ്ഞേച്ചി, ആശങ്കയൊക്കെ എനിക്കുണ്ട്. അതൊക്കെ മാറ്റി വെച്ചിട്ട് ഇന്നൊരു ദിവസം സന്തോഷിക്കാനാ ഞാൻ പറയുന്നേ. നിർത്താൻ എല്ലാരും ലൈസൻസ്. എടാ ലൈസൻസ് ഉണ്ടായിരിക്കാൻ. എടാ യേസുടെ ഭർത്താവല്ലേ, നമ്മൾ പോടേണ്ടെന്ന് 4 പേര് അറിയട്ടെ. അയ്യോ അത് സൈലൻസാ. അതല്ലല്ലടാ ഞാനും പറഞ്ഞ ലൈസൻസ്. സൈലൻസ്. നീ മിണ്ടരുത്. നിനക്ക് സംസാരിക്കാൻ ഒരു അവകാശം ഇല്ല കേട്ടാ. എടാ നീ യേസുകാരെ കണ്ടിട്ടാ? ചക്ര തലയാ. കാണാം. ഞാൻ പോയിട്ട് വരാം. എല്ലാരും ലൈസൻസ്. ഇതിവിടെ ഞാൻ പോയിട്ട് വരാം. അതെ, കുഞ്ഞേച്ചിയെ കഴിക്കാൻ വിളിക്കാനാ ഞാൻ വന്നേ. അമ്മ കൂടി ഒന്ന് വരട്ടെ. അയ്യോ, അതൊന്നും പറ്റില്ല. അമ്മ വരാൻ ചിലപ്പോ വൈകിന്നൊക്കെ ഇരിക്കും. അതുകൊണ്ട് അപ്പോഴേക്കും വയറ്റി കിടക്കുന്ന കുഞ്ഞുവാവ മുക്കറിയിട്ട് തുടങ്ങും. എനിക്ക് വിശക്കുന്നതെന്നും പറഞ്ഞു. ഒന്ന് പോടി. കുഞ്ഞാവ മുക്കറിയിടുന്നു. ഏത് കുഞ്ഞാവ? ആ, കുഞ്ഞേച്ചിയുടെ വയറ്റിലുള്ള ഈ കുഞ്ഞുവാവ. ഗർഭിണികള് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കണമെന്നാ അമ്മ പറയാറ്. എല്ലാ കാര്യത്തിലും അമ്മയെ അനുസരിക്കുന്ന കുഞ്ഞേച്ചിക്ക് ഇത് മാത്രം പറ്റില്ലേ? എനിക്കിപ്പോ വിശപ്പ് തോന്നാഞ്ഞിട്ടാ. ആ, വിശപ്പ് തോന്നിയില്ലെങ്കിലും കഴിക്കണമെന്നാ. അതെ, എന്റെ കുഞ്ഞാവയാണെന്ന് മറക്കല്ലേ. അതോ ഇനി സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും വേണോ? എന്ത്? പച്ചമാങ്ങ, പുളി തുടങ്ങിയ ഐറ്റംസ് ആണെങ്കിൽ നമുക്ക് തൊടിയിൽ ഒപ്പിക്കാം. മസാല ദോശ, നെയ്റോസ്റ്റ് തുടങ്ങിയ ഐറ്റംസ് ആണെങ്കിൽ നമുക്ക് ഹോട്ടലിൽ നിന്ന് റെഡിയാക്കാം. ആ വല്യച്ചി, ഇവിടുത്തെ ഗർഭിണി പെണ്ണിനൊരു സ്പെഷ്യൽ മസാല ദോശ. ഇപ്പൊ ഏർപ്പാടാക്കാം കേട്ടോ. അതെ, മസാല ദോശ വേണം. ഒരു ന്യായം പറഞ്ഞ പറ്റില്ല. ഗർഭിണികളെ മറ്റുള്ളവര് കെയർ ചെയ്യണമെന്നാ. മസാല ദോശ ഇപ്പൊ എവിടെ എത്തണം അല്ലേ കുഞ്ഞേച്ചി? അല്ല, വിഷ്ണുവേട്ടനോ?
ഗർഭിണിയാ? എനിക്ക് ഞാൻ അച്ഛൻ ഞാനെന്ത് കാര്യം നേരത്തെ പറയാതിരുന്നേ? നമുക്ക് പൊളിക്കണ്ടേ? എനിക്കാണെങ്കിൽ എനിക്ക് സന്തോഷത്തിന്റെ ദിവസം ടോപ്പ് റാങ്ക്, പിന്നെ നമുക്കൊരു കുഞ്ഞുമാവി. എനിക്ക് കമൽ പാർട്ടിക്ക് പുറത്തുണ്ട്. എനിക്ക് കമലിനും പാർട്ടി മാത്രമല്ല, ഫുൾ ചെന്നൈയോടെ ഉണ്ട്. ഹലോ, നമുക്കിത് കൊട്ടിപ്പാടിയിട്ടൊക്കെ ആഘോഷിക്കണം. ഇങ്ങ് വാ. അയ്യോ, എനിക്ക് വിഷ്ണുട്ടാ, വിഷ്ണുട്ട് കുടിച്ചിട്ടുണ്ടോ? അത് കുറച്ച് കഴിച്ചു ഇന്നത്തെ ഒരു സന്തോഷത്തിനെ. സന്തോഷിച്ചോ, അതിലൊരു കുറ്റവും. ആ, സിവിൽ സർവീസ് പാസ്സായതിന്റെ പേരിൽ വിഷ്ണുവേട്ടനെ എത്ര വേണേലും ആഘോഷിക്കാം. പക്ഷെ ഞാൻ ഗർഭിണിയൊന്നുമല്ല. ഹലോ, അപ്പം അല്ല, അപ്പൊ പിന്നെ അല്ല, ഇയാളുടെ കാര്യല്ലേ ഇപ്പൊ ഇവിടെ സംസാരിച്ചേ? എന്നിട്ട് പറഞ്ഞില്ലേ വയറ്റിലുള്ള കുഞ്ഞാവയ്ക്ക് വിശക്കണൂന്നൊക്കെ? അത് ശ്യാമയുടെ കാര്യ വിഷ്ണുവേട്ടാ, അവളല്ലേ ഗർഭിണിയായിരിക്കുന്നേ. അല്ലല്ല, ഇയാളുടെ കാര്യം തന്നെയല്ലേ പറഞ്ഞേ? വിഷ്ണുട്ട, ശ്യാമയുടെ കാര്യം തന്നെയാ. വിഷ്ണുട്ട കഴിച്ചിട്ടുള്ളൂന്ന് മനസ്സിലാവാത്തതാ. അല്ല, ഞാൻ കേട്ടതല്ലോ. അതിനിടയ്ക്ക് അവളിത് ഇതെന്റെ കുഞ്ഞാവയെന്ന് മറക്കല്ലെന്ന് പറഞ്ഞത് വിഷ്ണുട്ട കേട്ടില്ലേ? ആ, അത് ഞാൻ കേട്ടു. ആ, അതാ പറഞ്ഞത്. വിഷ്ണുവേട്ടൻ തെറ്റിദ്ധരിച്ചതാന്ന്. അത് അപ്പൊ മസാല ദോശയുടെ കാര്യം ഇവിടുന്ന് പറഞ്ഞില്ലേ? ഇവിടുന്ന് മസാല ദോശ ചോദിച്ചില്ലേ? അതും ഷാമിക്ക് വേണ്ടിയാ. അവൾ എപ്പോഴും കൊതി പറഞ്ഞോണ്ടിരിക്കുന്നതല്ലേ. ഇവിടെ ഹോട്ടലിൽ കിട്ടുമെങ്കിലും എന്റെ കൈ കൊണ്ടുണ്ടാക്കുന്ന മസാല ദോശയാ അവക്കിഷ്ടം. ഞാൻ വല്ലപ്പോഴല്ലേ ഇങ്ങോട്ടൊക്കെ വരൂ. വിഷ്ണുട്ട, സന്തോഷം വരുമ്പോ കഴിക്കുന്നുണ്ട്, ഞാൻ എതിരെ പറയില്ല. പക്ഷെ ഞാൻ ഗർഭിണിയാണെന്നൊക്കെ പറഞ്ഞ് എന്റെ കൂടപ്പിറപ്പുകൾക്ക് മുന്നിൽ വെച്ച് ഇങ്ങനെ ബോറാക്കരുത്. അയ്യോ, ഞാൻ ബോറായി പോയല്ലേ? പെട്ടെന്ന് സന്തോഷം കൂടി ആയപ്പോ പറ്റിപ്പോയതാ. സോറി കേട്ടോ ശ്യാമ, സോറി. ആ, അതുകൊട്ടെ, ഇയാൾക്കൊരു കാര്യം കേൾക്കണോ? ഞാൻ വഴിയിൽ വെച്ചിട്ടൊരു പെണ്ണിനെ കണ്ടപ്പോഴേ എനിക്ക് തോന്നിയത് സുസ്മിതയാന്ന്. സുസ്മിതേ, ഞാനൊരു മണ്ടന. അവള് വീടിന്റെ പരിസരത്ത് വരെ ധൈര്യം കഴിക്കൂ? സോറി, ഞാൻ പെട്ടെന്നേ. ശ്യാമ, നിനക്ക് സോറി കേട്ടാ. നിന്നോടും സോറി. അയ്യോ, എന്റെ മക്കൾക്കും സോറി.
കേട്ടാ? സോറി. അച്ഛനോട് ദേഷ്യമൊന്നും തോന്നല്ലേ? സോറി. വിഷ്ണുട്ട, കുഞ്ഞാവ് ഇവിടെയല്ല, അവിടെയാ. അയ്യോ, ഞാൻ മറന്നുപോയി. അതെ, അവിടെ വരും. സോറി. അല്ല, ആശാനെന്താ വൈകുന്നത്? ഏട്ടത്തി അമ്മ കളക്ടറെ കയറി നടപ്പിലാക്കേണ്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യായിരിക്കും. അതെന്ത് കാര്യം? 100 ദിന കർമ്മ പരിപാടികൾ. എന്തായാലും ചന്തമുക്കിലെ പൂട്ടിയ ബിവറേജ് തുറക്കണം. പരിഗണിക്കാം. അതിന്റെ ഒരു സർപ്രൈസ് ചീറ്റി. ഏതാണ്ട് ഇവിടെ പുറത്തേക്ക് വന്നേ. എന്താ വിഷ്ണുട്ടാ പറഞ്ഞത് കേട്ടില്ലേടി? കുട്ടും പാട്ടും ബഹളവും ഒക്കെ പുറത്തുണ്ടെന്ന്. എല്ലാരും വാ. കമല, കമല, അത് നമുക്ക് റൈറ്റ്സ് ഇല്ലാത്ത പാട്ടടാ. നമുക്ക് നമ്മുടെ ദേവദൂതർ എന്നെ മതി. തുടങ്ങിക്കോ. ഇവളെ മുന്നിൽ നിർത്തിയുള്ള ഈ പേക്കൂത്ത് എന്തിനാന്ന് മനസ്സിലാവുന്നില്ലല്ലോ. എന്തായാലും ഒരു വീഡിയോ ഇരിക്കട്ടെ. സൗകര്യം പോലെ ഇത് ഭാമാന്റിക്ക് അയച്ചു കൊടുത്തേക്കാം. ഈ സന്തോഷം അണയാനുള്ളൊരു ചെറു വെടിക്കുള്ള മരുന്നുണ്ട്. ഇനി ഇവിടെ അധികം നേരം നിന്നാൽ ശരിയാവില്ല. കിട്ടേണ്ടത് കിട്ടി. ഇനി കൂടുതലായൊന്നും വെറുതെ വാങ്ങിച്ചു കൂട്ടണ്ട. വണ്ടി എടുത്തോ.